എടാ കീമോക്കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ദാ ഈ സൈഡും കളഞ്ഞ് വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനി എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോമോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്യാൻസർ എല്ലാം അങ്ങോട്ട് ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് നീ കൂട്ട് കൊടുക്കില്ല, ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ഇതാണ്ട ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. നീ ഒന്ന് വേഗം നിന്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നതാ എൻ്റെ കീമോക്കുട്ടാ. എൻ്റെ ഇനി ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു രോഗി വയ്യാതെ കിടക്കുമ്പോൾ പുരോഹിതന്റെ മനസ്സ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. നല്ല പുരോഹിതന്മാര് ആൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതും അവരെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നതും അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നതൊക്കെ നല്ലൊരു ഇടയന്റെ ലക്ഷണമാണ് എന്ന് കരുതി ഇപ്പോഴത്തെ വേറൊരാളെ തേജോവധം ചെയ്യണ കാര്യങ്ങൾ, അതും ഒരു കുട്ടീനെ തേജോവധം ചെയ്ത് ഒറ്റപ്പെടുത്തി മറ്റുള്ളവരെ കൊണ്ട് ഒറ്റപ്പെടുത്തി പഠിപ്പിക്കണ കാര്യങ്ങള് ബിഷപ്പല്ല ദൈവനമ്പരം പറഞ്ഞാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ബിഷപ്പിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ഏതോ ഒരു കഷ്ടകാല സമയത്താണ് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതും പോട്ടെ, അതിൽ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ബിഷപ്പിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഒരു കൂട്ടം ആൾക്കാർ കിച്ചുവിന് സപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഒരു ഫാമിലി ഉണ്ട്, അതായത് കിച്ചുവിനോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഫാമിലി ഉണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കിച്ചുവിനെ സംബന്ധിച്ച് അവർ വന്ന് പറയണം. അതുപോലെ രേണുസുതി കിച്ചുവിന് അയച്ചു കൊടുത്തു, പണം അയച്ചു കൊടുത്തു എന്നൊക്കെ പല ഡീറ്റെയിൽസും ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്തായിരുന്നല്ലോ. അതിനൊക്കെ ഉള്ളൊരു മറുപടിയായിട്ട് ആ ഒരു ഫാമിലി ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ്. എന്തായാലും നമുക്ക് ആ ഫാമിലിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് കാണാം. ഈ പറയുന്ന നിങ്ങൾ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടന്റെ വിധവയായ ഭാര്യയോട് സിമ്പതി തോന്നിയിട്ടല്ല ബിഷപ്പ് ഈ സ്ഥലം കൊടുത്തതും മറ്റേ ആൾക്കാര് വീട് വെച്ചു കൊടുത്തതും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിച്ചുവിനോടും ഋതപ്പനോടും സുധിച്ചേട്ടന്റെ 2 മക്കൾക്ക് വേണ്ടിയാണ്, അവരോടുള്ള സിമ്പതി കൊണ്ടാണ് ഈ വീട് വെച്ചു കൊടുത്തത്. അത് അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ഈ അച്ഛൻ വന്നിട്ട് അന്നൊക്കെ അങ്ങനെ പറഞ്ഞ അച്ഛൻ വന്നിട്ട് ഇപ്പൊ പറയുന്നു അവിടെ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു റൂമുണ്ട്, കിച്ചണിനൊരു റൂമുണ്ട്, വേണമെങ്കിൽ വന്ന് മിണ്ടാണ്ട് അവിടെ ഒതുങ്ങി അവന്റെ കാര്യങ്ങളൊക്കെ ജീവിച്ചോളാം അതിന്റെ ഉള്ളിൽ. അല്ല, അവൻ മിണ്ടാണ്ട് വായിച്ചിട്ട് ഓംബ്രാന്ന് പറഞ്ഞ ആ വീട്ടിൽ വേണമെങ്കിൽ ഇരുന്നോളാം. ആ വീട്ടിൽ ഒരാൾക്ക് അവനെ കണ്ടുകൂടാ. ഈ പറയുന്ന വായിച്ചടിക്കുന്ന ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് അച്ഛനമ്മമാർക്ക് എങ്ങനെയാണെന്നുള്ളത് ആൾക്കും ഇതേപോലെ ഒരു അവസ്ഥയൊക്കെ വരും. അല്ല, ഇപ്പൊ ബിഷപ്പ് ഇപ്പൊ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാത്ത രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്രയും ഡയലോഗ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് അതിനോട് കരയും. അതിന്റെ കൂടെ കൂട്ടു നിൽക്കാനായിട്ട് ആ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലും അതായത് വലിയൊരു ഇന്റർവ്യൂ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 500 എണ്ണം കട്ട് ചെയ്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവര് ആളുകളിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അത്രയും ഷോർട്ട് കട്ട് ചെയ്തിട്ട് ഇടുമ്പോ ആൾക്കാർ നോക്കുമ്പോ ഇയാളുടെ മാത്രം ഇയാളാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽസ്, അതായത് ഫുള്ള് അറിയണ ആള് തന്നെ അതിൽ പറയണത് ശ്രദ്ധിച്ചാ മതി. അവര് പറഞ്ഞു അവനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിന്റെ ഫ്യൂച്ചർ വരെ പോക്കാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരു വെടിക്കുള്ളതൊക്കെ കിച്ചു ഇയാൾക്ക് ആകെ കൂടി അവര് പറഞ്ഞൊരു അറിവ് മാത്രാണുള്ളത്. നാട്ടുകാരുടെ അടുത്ത് ആള് പറയണില്ല. അല്ല, ആള് പറയാ നാട്ടുകാരെ കൊണ്ട് ഞാൻ ഇവനെതിരെ പറയിപ്പിക്കും. അപ്പൊ ബിഷപ്പിന്റെ വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് ആള് കിച്ചുവിനെതിരെ പറയിപ്പിക്കുന്ന ആള് പറയണ് ഇനി ഇതിനെതിരെ പറയുന്ന ആൾക്കാർക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ആള് പറയാ ഞാന് എയറില് അപ്പൊ ബിഷപ്പിന്റെ എയറിലാവണമെന്നൊന്നല്ല ആള് എന്നിട്ട് പറയണേ ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ, അതായത് രേണുവിനെ പറയുന്ന ആൾക്കാർക്കും കിച്ചുവിനെ മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എതിരെ ചിലപ്പോ ആള് കേസ് കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പൊ ആ കേസ് കൊടുക്കട്ടെ, ആളെന്തിട്ട് ചെയ്യണം നോട്ടെ. അച്ഛന്റെ നിലപാട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അച്ഛൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത കാര്യം അവൾ വിളിച്ചു പറയാതിരിക്കാനാണെന്ന്.
അങ്ങനെയൊന്നുമല്ല. അതൊന്നും അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയില്ല. ലൈല എനിക്ക് അച്ഛന്റെ വീഡിയോ കണ്ടപ്പോ വളരെ വിഷമം തോന്നി. പാവം കിച്ചുമോൻ, നിനക്ക് ദൈവമുണ്ട്, കിച്ചുമോനെ നിനക്ക് ദൈവമുണ്ടെന്ന്. അതന്നെയാണ് നമുക്ക് ഇതില്, നമ്മൾക്ക് ആ വോയിസ് ഒക്കെ കരഞ്ഞോണ്ട് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ അച്ഛന്റെ ഇത് കണ്ടിട്ട് ജീൻ ജോഷി രേണുവിന് ആ വീട്, അത് ഞങ്ങൾ പറഞ്ഞു, രേണുവിന് ആ വീട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി അച്ഛനെ സോപ്പിട്ടിട്ട് ഈ ഋതപ്പന്റെയും പേരില് എതിരാക്കിയല്ലോ. അച്ഛനെ ഇതൊന്നും അറിയില്ല, അച്ഛന് ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അവര് പറഞ്ഞ കാര്യങ്ങൾ അറിയുള്ളൂ. അവരിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്നു, ഭയങ്കര ക്യാൻസർ ആയിട്ടിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെഡ് അടിച്ചിരിക്കുമ്പോ ഇനി അച്ഛന്റെ തലയിലൊന്നും കയറാനും പോണില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും. അപ്പൊ ഇനി അവര് പറയണത് എന്താണോ ആ വീടിന്റെ അവനെന്തെങ്കിലും നാളെ ഇവൻ വന്ന് അലമ്പുണ്ടാക്കി, അതാണ് ആള് പറയണേ. നാളെ ഇതിന്റെ പേരിൽ ഈ വീട്ടുമുറ്റത്ത് വന്നിട്ട് അലമ്പുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയുന്ന ആൾക്കാരെന്നുള്ള ലെവലിലുള്ള ആള് ഫുൾ ഭീഷണി, കിച്ചുവിനെതിരെ ഭീഷണി സ്വരങ്ങള്. അല്ല ഇവൻ കിച്ചു ഇങ്ങനത്തെ കാര്യത്തിന് ഒന്നിനും പോവില്ല. അച്ഛൻ പറയുന്നുണ്ടല്ലോ ആ വീടിന്റെ കാര്യത്തിൽ അല്ല, അച്ഛൻ എന്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്, അതായത് രേണുവിന്റെ കാര്യം നോക്കിയിരിക്കുന്നു, കിച്ചു ഒന്നി നിന്റെ കാര്യം നോക്കിയിരിക്കുക. അപ്പൊ സത്യത്തില് കിച്ചുവിന്റെ കാര്യം നോക്കി ഇവരുടെ ഈ വക പ്രഹസനങ്ങളിൽ നിന്നും ഇവരുടെ ഈ അവഗണനയിൽ നിന്നും ഈ ഏറ്റവും വിഷമത്തിൽ നിന്നൊക്കെ അവ ഒതുങ്ങി പോയി. അവന്റെ അവ എന്തെങ്കിലും എവിടെങ്കിലും വന്ന് ഈ രേണുവിനെ പറ്റി ഒന്നും മോശമായിട്ട് പറയാൻ അവൻ വന്നിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയാ അവൻ ലാസ്റ്റും അമ്മ തന്നെ വിളിക്കണേ. ഈ രേണുവിനാണ് എന്നെ അമ്മ വിളിക്കുന്നത്. ഇനി വേറെ കാര്യം, ഈ അച്ഛൻ പറയുന്നു ഒതുങ്ങി പോയിട്ട് ഇരിക്കുക. ഈ രേണു ആണോ ഒതുങ്ങി അതിരുന്നത്? ഈ ക്യാൻസർ വന്നപ്പോ കുറച്ച് നാൾ ഒതുങ്ങി, ഇനി വീണ്ടും തുടങ്ങി മുടിയൊക്കെ വെച്ച് അവര് ആക്റ്റീവ് ആയോട്ടെ, നമുക്ക് ആ വയ്യായൊക്കെ ഉഷാറായി നടക്കുന്ന ആഗ്രഹം. പക്ഷെ ഈ കിച്ചു ആണോ ഒതുങ്ങിയിരുന്നത്? ഫാമിലി ഓരോരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയില് ആലോചിക്കണായിരുന്നു രേണു, ഞാൻ ഈ മുടി വെക്കുമ്പോ ആൾക്കാർ ചിലപ്പോ എന്നെ പറയും, ഒരാൾ കമന്റ് ഇട്ടിരുന്നു, മറ്റേ ഞാൻ കിടന്നോടത്തുനിന്ന് എണീറ്റിരുന്ന് വർത്താനം പറഞ്ഞു. ഞാൻ എന്താ എങ്ങനെ കെടുക്കണോ എന്ന് ചോദിച്ചു. കെടുക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അവര് കിടക്കണമെന്നില്ല, അവര് പഴയ പോലെ ആക്റ്റീവായിട്ട് നടക്കണമെന്നും ആ അവസ്ഥയിൽ കാണുമ്പോ നമുക്ക് വിഷമമുള്ള ഒരാളാണ്. എനിക്ക് പോലും നേട് വയ്യാണ്ട് കൈയൊക്കെ വെക്കാൻ പറ്റണ വിഷമിച്ച് ഞാൻ അവനോട് പറഞ്ഞു, അയ്യോ ഇതിനെ കാണാൻ തന്നെ വയ്യത് പണ്ടത്തെ പോലെ ആക്റ്റീവ്. പക്ഷെ ഈ പായെന്ന് കീമ്പോ കഴിഞ്ഞ് എണീറ്റ വഴിക്ക് വായെടുക്കണത് ദൈവത്തിനെ വിളിക്കാനും ദൈവത്തിന്റെ ഉള്ളത്. അവൻ സത്യത്തിൽ ഒരു പത്രത്തിൽ അവന് വീട് ഉണ്ടാന്ന് എഴുതി അങ്ങയുടെ മുഖത്തെറിഞ്ഞു കൊടുക്കണം. അതാണ് അയാളുടെ ഔദാര്യം. അവന് തലവേദനയാകുന്നു. ഇത് എന്താ, ഈ കൊച്ചിനെ കൂടി കുറച്ച് പേരെ കുറച്ച് PR ഉണ്ട് രേണുവിന്. അവരെ നിർത്തി ഇങ്ങനെ അവന്റെ ചാനലിന്റെ അടിയിലും അവനെ പറ്റി പറയുന്ന അവനെതിരെയും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിലേ അവനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് പേരാണ് അവനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രശ്നം. അത് ഈ ഇവളുടെ വാക്കും കേട്ട് അല്ലെങ്കിൽ രേണുവിന്റെ വാക്കും കേട്ട് ഇപ്പൊ കൂടെ അച്ഛന് നിന്നപ്പോ അതിന്റെ വാക്കും കേട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കിച്ചുവായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഇവർ. കാരണം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അല്ല, കിച്ചുവിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു ഫാമിലിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ? ഈ പറയുന്ന കിച്ചു യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നിനും തന്നെ അവൻ പോകുന്നില്ല. അവൻ്റെ കാര്യങ്ങൾ നോക്കി ചെറിയൊരു ബിസിനസ്സും ഒക്കെ തുടങ്ങി അവൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവനെ തകർക്കാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ PR വർക്ക് ചെയ്യുന്നവർ, അതുപോലെ കുറേയധികം ആൾക്കാരുണ്ട് രേണുവിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു ചാനൽ രേണുവിന് വേണ്ടി മാത്രം ഉള്ളൊരു ചാനലാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു പയ്യനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അവൻ്റെ ജീവിതം തകർക്കണം, അവനെ എല്ലാവരും വെറുക്കണം. അതാണ് ഇപ്പോൾ ഉള്ള രേണുവിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുക. രേണുവിൻ്റെ ഈ ഒരു രോഗാവസ്ഥയിലും രേണു ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തന്നെ. രേണുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ രേണുവിൻ്റെ പ്രവൃത്തികളെ വിമർശിച്ചിട്ടുള്ള എല്ലാവരും രേണുവിന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ രേണു എന്താ ഇപ്പോഴും ചെയ്യുന്നത്? രേണുവിന് ഇപ്പോഴും കിച്ചു അവൻ ഉയർന്നു വരാൻ പാടില്ല, അവൻ തകരണം, അവനെ ആൾക്കാർ വെറുക്കണം എന്നാണ് ഈ പറയുന്ന രേണു ചിന്തിക്കുന്നത്. കഷ്ടം തന്നെ കേട്ടോ. ഇതൊന്നും ഒരിക്കലും ഈ പറയുന്ന കൊല്ലം സുധിയുടെ ആത്മാവ് സഹിക്കുമെന്നോ ക്ഷമിക്കുമെന്നോ പൊറുക്കുമെന്നോ രേണു കരുതണ്ട. ബിഷപ്പ് പറഞ്ഞ അലിഗൻസിനെ ഇവനെ പറ്റി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ എന്തെങ്കിലും അറിയണ ഒരാളായിരിക്കണം. ഇവനെ പറ്റിയിട്ട് ഇപ്പൊ ഇവനെ പറ്റി അറിയണത് രേണുവിനെ അറിയാം. പക്ഷെ രേണു പറയണത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണം, മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ വായിൽ തോന്നി വിളിച്ചു പറഞ്ഞ മറ്റുള്ള ആളിനെ ചവിട്ടി താഴ്ത്തുന്ന പരിപാടിയില്ല. എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പൊ ഇവൻ സബ്സ്ക്രിപ്ഷന്റെ ഒരു വീഡിയോ അവൻ കാണിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ പോവാതെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്. പക്ഷെ എന്നിട്ട് അവൻ വിളിക്കുന്നു, വയ്യായ അറിഞ്ഞിട്ട് അവൻ വിളിച്ചതാണ്. അതെന്താ വീഡിയോ അവര് പറയാഞ്ഞ്?
എന്താണ് അവൻ എന്റെ വയ്യായി അറിഞ്ഞിട്ട് എന്റെ കിച്ചുമോൻ വിളിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള പോസിറ്റിവിറ്റി പിന്നെയും കൂടൂലേ. അന്ന് അങ്ങനെ ഒരു വാക്ക് അതപ്പം തന്നെ വിളിച്ചു. അന്ന് അങ്ങനെ ഒരു വാക്ക് അവരെവിടെയെങ്കിലും പറയും അല്ലെങ്കിൽ അവനെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അവിടെ നിങ്ങളുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. അല്ല, ഫാറൂഖ് അമ്മ പറയാ ഈ നല്ലവരാണെങ്കിൽ അവരുടെ ഫാമിലി ഇറങ്ങണം, കിച്ചുവിന്റെ വീടാണെന്ന്. അതെ, അതാ പിന്നെ അവിടെയാണ് അവന്റെ ക്വാളിറ്റി. ഈ ബിഷപ്പ് പറഞ്ഞില്ലേ വേണമെങ്കിൽ വന്ന് മുക്കിലും മിണ്ടാണ്ടിരുന്നോളെ. അവൻ അത് അവൻ വേണ്ടാന്ന് വെച്ചിട്ട് ഒതുങ്ങി മിണ്ടാണ്ട് അവൻ അതിന്റെ കാര്യം നോക്കി. അവന്റെ അച്ഛന്റെ ആൾക്കാരുണ്ട് കൂടെ, മനസ്സിലായോ? അവന്റെ അച്ഛന്റെ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് നോക്കണം. ഞങ്ങള് പോയി അവരാരെങ്കിലും എന്തെങ്കിലും പറയാനോ പിടിക്കാനോ വലിയച്ഛനൊക്കെ അടിപൊളിയാ, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാ. അമ്മാമ്മയാണെങ്കിലും വലിയച്ഛനാണെങ്കിലും അമ്മായി ആണെങ്കിലും അവരുടെ പാറുവാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും കൂട്ടുകാരൊക്കെ കട്ട സപ്പോർട്ടാ. പക്ഷെ ഈ പറയണ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാര് അവിടെ നിന്ന് ഓരോന്ന് പടച്ചു വിടുമ്പോ എന്തിനാണ് അത് ചെയ്തതെന്നാണ് നമ്മൾ ചോദിക്കണല്ലോ. അവനെതിരെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കണത്?